ഇനി നമുക്ക് ഫോക്കസ് ഏരിയയിൽ നിന്ന് ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇനി എടുക്കാൻ പോകുന്നത്. നമുക്ക് അത് കഴിഞ്ഞാൽ ഫോക്കസ് ഏരിയ കഴിഞ്ഞു. പിന്നെ നമുക്ക് ജനറൽ ആക്ടിവിറ്റീസുകളാണ് പറയാനുള്ളത്. നമുക്ക് ജനറൽ ആക്ടിവിറ്റീസ് പറയാം. The Serang of Renan Kanchi. One 20 ആണ് പേജ് നമ്പർ. അല്ല 112 കേട്ടോ. 112 ആണ് പേജ് നമ്പർ. The Serang of Renan Kanchi. 4th യൂണിറ്റിലാണ്. ഓക്കെ. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയോ? പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ ഒന്നും പാടെ പറയാം. ഇതിലാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ക്യാരക്ടർ സ്കെച്ചിലെ നമ്മൾ 2 ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞിരുന്നു. ഒന്ന് നമ്മുടെ മാഗി, അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ ഹസൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് ഈ 2 ക്യാരക്ടർ സ്കെച്ചിലെ ഒന്നായിരിക്കും. പബ്ലിക് എക്സാമിന് എപ്പോഴും വരുന്ന 2 ക്യാരക്ടർ സ്കെച്ച് ആണ്. അപ്പൊ ഫോക്കസ് ഏരിയ അതുകൊണ്ട് ഷുവർ ആയിട്ട് നമുക്ക് ഉണ്ടാവും. ദ സെറാങ് ഓഫ് റെനാൻ കാഞ്ചി. റെനാൻ കാഞ്ചി എന്നതിലെ ഒരു സെറാങ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പലിലെ ഒരു ജോലിക്കാരനാണ്. കാരണം 4th യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഡിസാസ്റ്റർ ആണ്. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളാണ്. പല പല ദുരന്തങ്ങളുണ്ട്. നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ട്, മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പോ നേച്ചുറലായിരിക്കുന്ന ഡിസാസ്റ്റർ ആണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന COVID-19 കൊറോണ വൈറസ്. അപ്പൊ അതുപോലെ ഒരു എപ്പിഡമിക്, ഇതൊരു എപ്പിഡമിക് ആണ്. ഇപ്പൊ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാൻഡമിക് ആണ്. അപ്പൊ ഒരു എപ്പിഡമിക് ആണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ലൈഫിലൊക്കെ നമ്മുടെ ഫോർ ഫാദേഴ്സിലൊക്കെ എന്താണ് പൂർവികരിലായ ആളുകളൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു എപ്പിഡമിക് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ AJ ക്രോണിൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിരിക്കുന്ന ഒരു റൈറ്റർ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കഥകളൊക്കെ ഒരു സിമ്പതി ഉണ്ടാവുന്ന ഒരു കഥകളായിരിക്കും. നമുക്കറിയാം, ഒരു കപ്പൽ യാത്രയിൽ പറയാണ്, ലുക്ക് മൈ ഡിയോ, ഡിഡ് യു എവർ ഇൻ യുവർ ലൈഫ് സീൻ സച്ച് ആൻ അബ്സർബ്ലി കോമിക് ക്രിയേറ്റർ. ഒരാൾ പറയാണ്, ലുക്ക് മൈ ഡിയോ, എന്റെ പ്രിയമുള്ളവനെ നോക്ക്, ഡിഡ് യു എവർ ഇൻ യുവർ ലൈഫ് സീ, നീ വല്ലപ്പോഴും നിന്റെ ജീവിതത്തിൽ നീ കണ്ടോ, എന്ത് കണ്ടോ, സച്ച് ആൻ അബ്സർബ്ലി കോമിക് ക്രിയേറ്റർ, പരിഹാസം തോന്നുന്ന ഒരു ജീവിയെ നീ കണ്ടിട്ടുണ്ടോ? ഒരാളോട് ചോദിക്കുകയാണ്, ചോദ്യം ചോദിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ നീ വല്ലപ്പോഴും വല്ല പരിഹാസം നിറഞ്ഞൊരു ജീവിയെ നീ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ഇത് ചോദിച്ചത് ആരാണ്? എ സ്മാർട്ട്ലി ഡ്രസ്ഡ് വുമൻ, നല്ല സുന്ദരമായി ഡ്രസ് ചെയ്തിരിക്കുന്ന ഒരു പെണ്ണാണ്. അവള് ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ഓൺ ദ റെനാൻ കാഞ്ചി. റെനാൻ കാഞ്ചി എന്ന് പറയുന്ന കപ്പലിലെ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ആണ്. About to sail from Liverpool on a long voyage to Calcutta. ലിവർപൂളിൽ നിന്ന് ഒരു ലോങ് വോയേജ് എന്ന് പറഞ്ഞാൽ കപ്പൽ യാത്രക്കാണ് വോയേജ് എന്ന് പറയുന്നത്. ഒരു ദീർഘദൂര യാത്രയാണ്. എവിടേക്ക്? ടു കൽക്കട്ടയിലേക്ക്. Made this remark in high well bred voice. ഈ ചോദ്യം വന്നത് ആരിൽ നിന്നാണ്? അഥവാ നന്നായി ഡ്രസ് ചെയ്തിരിക്കുന്ന ഹൈ വെൽ ബ്രെഡ് വോയിസ്, അഥവാ ഉന്നത വർഗത്തിൽപ്പെട്ട ഒരാളുടെ ശബ്ദമായിരുന്നു. ഉന്നത കുലത്തിൽപ്പെട്ട വലിയ തറവാട്ടിൽ നിന്നുള്ള ഒരു പെണ്ണിന്റെ ശബ്ദം. ടു ഹെർ, അത് അവൾ ആരോടാ പറയുന്നത്? ടു ഹെർ കമ്പേനിയൻ. ടു ഹെർ കമ്പേനിയൻ അഥവാ അവളുടെ സുഹൃത്തിനോടാണ് പറയുന്നത്. അവളുടെ സുഹൃത്തിനോടാണ് പറയുന്നത്. As they stood before me. ഈ സ്ത്രീകൾ നമ്മുടെ
ഡോക്ടർ എ ജെ ക്രോണും പറയാണ്, ആ സമയത്ത് ഈ പറയുന്ന സമയത്ത് എന്റെ മുന്നിലാണ് ഓൺ ദി ലിനേഴ്സ് അപ്പർ ഡെക്ക്, അഥവാ നമ്മുടെ കപ്പലിന്റെ ഉയർന്ന ഡെക്കിൽ അവരിങ്ങനെ എന്റെ മുന്നിൽ എന്റെ ഭാഗത്തായിട്ട് അവർ എന്റെ മുന്നിലായിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് തന്റെ കമ്പനിയനോട്, തന്റെ ഫ്രണ്ടിനോട് ഇവള് ചോദിക്കുന്നത്, ഫോളോ ഇൻ ദെയർ അസ്യൂമഡ് ഗെയ്സ്. കാരണം ഞാൻ പിന്തുടർന്നു എന്തിനെ? ദെയർ അസ്യൂമഡ് ഗെയ്സ്, അവരുടെ അതിശയം നിറഞ്ഞ നോട്ടം. അവരുടെ അതിശയം നിറഞ്ഞ നോട്ടം അവരിങ്ങനെ പിന്തുടർന്നു. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഇവർ ഈ ആളെ കണ്ട്, ഈ ഒരാളെ കണ്ട് അവരിങ്ങനെ അതിശയം ഉണ്ടാക്കുന്ന നോട്ടത്തോടു കൂടെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. മൈ ഹൈസ് കെയിം ടു റെസ്റ്റ് അപ്പോൺ എ സ്കോട്ട്. മൈ ഹൈസ്, എന്റെ കണ്ണുകൾ, കെയിം ടു റെസ്റ്റ്, അഥവാ എന്റെ കണ്ണുകൾ അവിടെ നിന്നാണ് വന്നു നിന്നു. എവിടെ? അപ്പോൺ എ സ്കോട്ട്, ഈ തടിച്ച ഒരു പെണ്ണിന്. അപ്പോ ഈ പറയുന്നത് കേട്ടപ്പോ ഞാൻ ആ പെണ്ണിനെ നോക്കി. എന്റെ കണ്ണുകൾ പോയി നിന്നത് ആരിലെയാണ്? ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഉന്നത കുലത്തിൽപ്പെട്ട ഒരു തടിച്ച, വെരി അഗ്ലി നേറ്റീവ് സീമൻ. അല്ല, അവര് ആരെയാണോ നോക്കുന്നത് അതാ പറയുന്നത്. മൈ ഹൈസ്, എന്റെ കണ്ണുകൾ കെയിം ടു റെസ്റ്റ് അപ്പോൺ എ സ്കോട്ട്, ഒരു തടിച്ച വെരി അഗ്ലി നേറ്റീവ് സീമാൻ, അഥവാ ഒരു വിരൂപനായിരിക്കുന്ന ഒരു നേറ്റീവ് സീമാൻ, ഒരു മുക്കുവനിലാണ് എന്റെ കണ്ണുകൾ വന്നു നിന്നത്. വിത്ത് എ ഷോർട്ട് ലെഗ്സ്. അപ്പൊ ഇവരാരെയാണ് നോക്കുന്നത്? അഥവാ ഒരു കടൽ തൊഴിലാളിക്കാരനെ, ഒരു തടിച്ച ഒരാളാണത്. അവരിലാണ് എന്റെ കണ്ണുകളും പോയി നിന്നത്. ഇവർ ഈ ആളെ നോക്കിയിട്ടാണ് പറയുന്നത്. ഇയാളുടെ രൂപം എന്താണ്? വിത്ത് എ ഷോർട്ട് ലെഗ്സ്, ചെറിയ കാലുകള്. എന്നാൽ എ ലാർജ് ഡിസ് പ്രൊപ്പോർഷനേറ്റ് ഹെഡ്, അഥവാ കൃത്യമല്ലാത്ത തല. ഒരു തലയിലൊക്കെ, തലയുടെ എന്താണ് ഷേപ്പിലൊക്കെ വ്യത്യസ്തതയുണ്ട് എന്നർത്ഥം. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇയാൾ ആരാണ്. ഐ റെക്കഗ്നൈസ്ഡ് ഹിം ആസ് എ ഇന്ത്യൻ സെറാൻ. ഇവർ ഈ മനുഷ്യനെ കണ്ടിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഒരു അബ്സർബിക് കോമിക് ക്രിയേറ്റർ, ഒരു പരിഹാസം നിറഞ്ഞൊരു ജന്തു എന്നാണ് ഇവർ ഈ മനുഷ്യനെ കുറിച്ച്. കാരണം അദ്ദേഹം ചെറിയ കാലുകള്, എന്നാ തടിച്ച ഒരാള്, തലയിൽ തന്നെ എന്താണ്, തലയുടെ ഷേപ്പ് തന്നെ ഡിഫറെന്റ്. ഇയാളെ കണ്ടിട്ടാണ് ഉന്നത കുലത്തിൽപ്പെട്ട ഒരു സുന്ദരിയായ പെണ്ണ് തന്റെ കമ്പനിയോട് പറയുന്നത്. ഇതാണ് ആര് കേൾക്കുന്നത്? എ ജെ ക്രോണിൻ കേൾക്കുന്നത്. ഐ റെക്കഗ്നൈസ്ഡ് ഹിം ആസ് എ ഇന്ത്യൻ സെറാൻ. അദ്ദേഹം ആരായിരുന്നു? അഥവാ ഞാൻ പരിഗണിച്ചത് അദ്ദേഹത്തെ ഒരു ഇന്ത്യൻ സെറാങ് ആയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. ഓർ ക്വാർട്ടർ മാസ്റ്റർ ഓഫ് ദി ഷിപ്പ്. ഷിപ്പിന്റെ ക്വാർട്ടർ മാസ്റ്റർ ആണ്, അഥവാ മുഖ്യനല്ലെങ്കിലും അതിന്റെ മിക്ക കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വാർട്ടർ മാസ്റ്റർ എന്ന് പറയാൻ പറ്റും. കപ്പലിലെ തൊഴിലാളിയാണ് നമ്മുടെ ഈ സെറാങ്, ഈ വ്യക്തി. പക്ഷെ അദ്ദേഹം ഇതിൽ ചെറിയ തൊഴിലാളിയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഒരു ക്വാർട്ടർ മാസ്റ്റർ എന്ന് പറയാൻ പറ്റും. അത്രത്തോളം നല്ല പ്രവർത്തനമാണ് ഈ കപ്പലിൽ അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ ഹി വാസ് ക്വൈറ്റ്ലി superintending the crew of the Lascars, now the completing the loading of the baggage. ഇദ്ദേഹം ആരായിരുന്നു ആ സമയത്ത്? ഈ പെണ്ണ് നോക്കി പറയുന്ന സമയത്ത് അദ്ദേഹം തികച്ചും, അഥവാ ഈ വാസ് ക്വൈറ്റ്ലി, അദ്ദേഹം ശാന്തമായിട്ട് superintending the crew of the Lascars, ആ കപ്പൽ തൊഴിലാളികളുടെ കൂട്ടത്തെ അദ്ദേഹം ഇങ്ങനെ മേലാധികാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിലെ മറ്റു തൊഴിലാളികൾ അദ്ദേഹം ശാന്തമായിട്ട് ഇങ്ങനെ സുപ്രീം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഈ തൊഴിലാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ കപ്പൽ തൊഴിലാളികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നൗ കംപ്ലീറ്റിംഗ് ദ ലോഡിംഗ് ഓഫ് ദി ബാഗേജ്, അഥവാ തന്റെ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ബാഗുകളൊക്കെ, ലാഗേജുകളൊക്കെ എന്താണ് ഇങ്ങനെ പാക്ക് ചെയ്ത് എന്താണ് അത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലുക്സ് ഹാഡ്ലി ഹ്യൂമൻ. പക്ഷെ അയാളെ നോക്കിയാൽ കൃത്യമായിട്ട് ഒരു മനുഷ്യനാന്ന് തോന്നിക്കൂല. ഹാഡ്ലി ഹ്യൂമൻ, ഒരു മനുഷ്യന്റെ ഒരു കൃത്യരൂപത ഇല്ല. എഗ്രീഡ് ദ മാൻ വിത്ത് ദ സുപ്പീരിയർ സ്മൈൽ. എഗ്രീഡ് ദ മാൻ, ആ മനുഷ്യൻ അത് സമ്മതിച്ചു. വിത്ത് ദ സുപ്പീരിയർ സ്മൈൽ, ഒരു
അഹങ്കാര പുഞ്ചിരിയോടുകൂടെ. ഇംഗ്ലീഷ് എ ചാപ്പ് ടു ബിലീവ്. കാരണം വിശ്വസിക്കുന്നതിൽ തന്നെ ഒരു ചായ്വ് നമുക്ക് എന്താണ് സംഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ നമുക്ക് തന്നെ സമ്മതിക്കാൻ പറ്റും. എന്താണ് ദാറ്റ് ഡിയർ, എന്റെ പ്രിയമുള്ളവൻ. അവള് ഇതും കൂടെ പറഞ്ഞു ഈ മനുഷ്യനെ കണ്ടിട്ട്. ഓൾഡ് ഡ്രാവിൻ വാസ് നോട്ട് ഓൾ ടുഗദർ റോങ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഡാർവിന്റെ സിദ്ധാന്തം തെറ്റായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മനുഷ്യനെല്ലാം കുരങ്ങനിൽ നിന്നാണ് ഡാർവിന്റെ സിദ്ധാന്തം. അപ്പൊ ഇയാളെ കാണുമ്പോൾ ഡാർവിന്റെ സിദ്ധാന്തം പിഴച്ചിട്ടില്ല, റോങ് അല്ല എന്നാണ് എന്ത് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഇന്ത്യൻ സെറാങ്ങിനെ കണ്ടിട്ടാണ് ആ പെണ്ണ് അങ്ങനെ സംസാരിച്ചത്. പക്ഷെ ഡോക്ടർ പറയണ ഈ സമയത്ത് ഇന്ത്യൻ സെറാങ് ആരാന്നൊന്നും എനിക്കറിയില്ല. ഞാനും ആ കപ്പലിൽ ആരാണെന്ന് ഞാൻ പറയും. അങ്ങനെ ഈ സെറാങ്ങിനെ കുറിച്ച് ആ പെണ്ണ് വളരെ മോശമായിട്ട്, അഥവാ രൂപം നോക്കിയിട്ട് ഒരു മനുഷ്യന്റെ രൂപം കണ്ട് അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചത് ഞാൻ കേട്ടു. The voyage began favorably in camp. അങ്ങനെ ഞങ്ങളുടെ കടൽ യാത്ര began favorably in camp. വളരെ ശാന്തമായ അനുകൂലമായ അവസ്ഥയിൽ ഇങ്ങനെ യാത്ര തുടങ്ങി. ക്ലിയർ വെതർ, നല്ല കൃത്യമായ കാലാവസ്ഥയാണ്. We crossed the bay of the Biscay. ഞങ്ങൾ ബിസ്കൈ ഉൾക്കടലൊക്കെ ഞങ്ങൾ മുറിച്ചു കടന്നു. Without suffering, only from the turbulent waters. ഒരു ബുദ്ധിമുട്ടും കൂടാതെ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് only from the turbulent waters, അഥവാ പ്രയാസപ്പെടുന്നതായ, എങ്ങനെ ടെർബുലന്റ് വാട്ടർ എന്നാണ് പ്രയാസപ്പെടുന്നതായ വെള്ളത്തിൽ നിന്ന് ആവശ്യമില്ലാത്തൊരു പ്രയാസവും കൂടാതെ ഞങ്ങൾ വളരെ സുന്ദരമായിട്ട് ഞങ്ങളെ യാത്ര പുറപ്പെടുകയാണ്. Soon we through the strait of the Gibraltar. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കടന്നു പോകുന്നത് സ്ട്രൈറ്റ് ഓഫ് ദി ഗിബ്രാൾട്ടർ എന്ന് പറയുന്ന നദിയിലൂടെ ഞങ്ങൾ കടന്നു പോവാണ്. Traversing the tranquil Mediterranean under the azure the sky. മെഡിറ്റേറിയൻ നദിയുടെ, സുന്ദരമായി പരന്നു കിടക്കുന്ന മെഡിറ്റേറിയൻ നദിയുടെ, അഥവാ കടും നീല നിറഞ്ഞിരിക്കുന്ന ആകാശത്തിന്റെ അടിയിലൂടെയും ഞങ്ങൾ വളരെ സുന്ദരമായിട്ട് കടന്നു പോവുകയാണ്. ആ മെഡിറ്റേറിയൻ നദിയുടെ നീല നിൽക്കുന്ന ആകാശത്തിന്റെ അടിയിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. റെനാങ്കാഞ്ചി വാസ് എ സ്റ്റൗട്ട് ഓൾഡ് ട്യൂബ്. റെനാങ്കാഞ്ചി കപ്പൽ എന്ന് പറയുന്നത് ഒരു ഓൾഡ് ട്യൂബ് പോലെയാണ്. മാനേഡ് ബൈ ദ വൈറ്റ് ഓഫീസേഴ്സ്. അതിന്റെ നിയന്ത്രിക്കുന്നതൊക്കെ വെള്ളക്കാരാണ് ആ കപ്പലിനെ നിയന്ത്രിക്കുന്നത്. വിത്ത് ആൻ എൻറ്റയർലി നേറ്റീവ് ഇന്ത്യൻ ക്രൂ. എന്നാൽ അതിലെ തൊഴിലാളികളൊക്കെ പരിപൂർണമായിട്ടും ഇന്ത്യക്കാരുമാണ്, നേറ്റീവ് ഇന്ത്യൻസ് ആണ്. പക്ഷെ അതിന്റെ നിയന്ത്രണം, അതിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വെള്ളക്കാരാണ്. പക്ഷെ അതിലെ ക്രൂസ്, തൊഴിലാളികൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരുമാണ്, നേറ്റീവ് ഇന്ത്യൻസ് ആണ്. ഇന്റർലി പരിപൂർണമായിട്ടും കൂടുതലായിട്ടും അങ്ങനെയാണ്. ഐ വാസ് ദ ഫിസിഷ്യൻ ഓഫ് ദി ഷിപ്പ്. ഞാൻ ആ കപ്പലിലെ ഒരു ഡോക്ടറാണ്. വാസ് ഡിലൈറ്റഡ് ബൈ ദ balmy breezes and brilliant sunshine. ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. കാരണം ബൈ ദ balmy breezes, അഥവാ നല്ല തിളക്കമുള്ള നല്ല ഇളങ്കാറ്റ്, നല്ല ബ്രില്യന്റ് സൺഷൈൻ, നല്ല തിളക്കമുള്ള നല്ല എന്താണ് സൂര്യപ്രകാശം. ഞാൻ വളരെ ഹാപ്പിയാണ്, ഒരു കുഴപ്പമില്ല. കപ്പൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കപ്പൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളെ കണ്ടപ്പോഴാണ്, നമ്മുടെ ഒരു കപ്പലിലൊരു തൊഴിലാളിയാണ്, അയാളെ കണ്ടപ്പോഴാണ് ആ പെണ്ണ് സംസാരിച്ചത്. ഈ പെണ്ണ് ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ സമയത്ത് ഈ സെറാങ് ആരാണെന്ന് എനിക്കറിയില്ല. ഞാനതിൽ ഫസ്റ്റ് യാത്രക്കാരനാണ്, ഫസ്റ്റ് ജോലിക്കാരനുമാണ്. ദ ഷിപ്പ് വാസ് എ ക്രൗഡഡ്. ഷിപ്പിൽ എന്താണ്, ആളുകൾ നിറഞ്ഞിട്ടുണ്ട്. പാക്കഡ് വിത്ത് ദ പാസഞ്ചേഴ്സ് ഫ്രം ദ സ്റ്റെം ടു സ്റ്റെം. കപ്പലിന്റെ ഒരു അറ്റം മുതൽക്ക് മറ്റു അറ്റം വരെ യാത്രക്കാരൻ ചെയ്തിട്ടുണ്ട്, പാക്ക് ചെയ്തിരിക്കുന്നു. അതിൽ ദ യൂഷ്വൽ ടൂറിസ്റ്റ്, മിക്കതും എന്താണ് ടൂറിസ്റ്റുകളാണ്. പ്ലഷർ സീക്കേഴ്സ്, അഥവാ വല്ല സന്തോഷം അന്വേഷിച്ചു പോകുന്ന ആളുകളാണ്, അല്ല പ്രത്യേകമായ ലക്ഷ്യങ്ങൾ ടൂർ അന്വേഷിച്ചു പോകുന്ന ആളുകളാണ്. ആരുമായിട്ട് ടുഗെദർ ഒന്നിച്ച് വിത്ത് എ ലാർജ് നമ്പർ ഓഫ് ദി ആംഗ്ലോ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ്. അതിൽ മിക്കതും ആരാണ്, ആംഗ്ലോ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ് ആണ്.
ഒരുപാട് ഓഫീസർമാർ അതിൽ യാത്ര ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഒരു വെക്കേഷൻ സമയത്ത് ഒരു പ്ലഷർ സീക്കേഴ്സ് ആയിട്ട്, ഒരു സന്തോഷം അന്വേഷിക്കുന്നവരായിട്ട് പോകുന്നവരാണ്. മെനി ഓഫ് whom were accompanied by their wives. അവർ കടന്നു പോകുന്നവർ വൈഫുമായിട്ടാണ്. ആൻഡ് ഫാമിലീസുമായിട്ട് വൈഫുമായിട്ടൊക്കെ ഒരു ടൂർ ആയിട്ട് അവർ പോവുകയാണ്. From the first night out of there was a tremendous gaiety on the board. പക്ഷേ ആ കപ്പൽ ആദ്യ രാത്രി out there was a tremendous gaiety. വളരെ അത്ഭുതം നിറഞ്ഞ, വളരെ സന്തോഷം നിറഞ്ഞ ആഹ്ലാദമായിരുന്നു. വളരെ അത്ഭുതം നിറഞ്ഞ ആഹ്ലാദമായിരുന്നു. കാരണം ഓൺ ദി ബോർഡ്, ആ ബോർഡിൽ എന്ന് വെച്ചാൽ മ്യൂസിക്കും കാര്യങ്ങളും വളരെ ആഹ്ലാദം. ഓക്കെ, അന്നത്തെ രാത്രി അവര് ഡാൻസും പാട്ടും കൂത്തുമായിട്ട് വളരെ ആഹ്ലാദത്തിലായിരുന്നു അന്നത്തെ രാത്രി. The chief among the social promoters, എന്ന സോഷ്യൽ പ്രൊമോട്ടേഴ്സിൽ നിന്നുള്ള, അവർക്കിടയിൽ നിന്നുള്ള മുഖ്യൻ, അതെല്ലാ നിയന്ത്രണങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്ന മുഖ്യൻ, അത് ജോസ് സ്മിത്ത് ആയിരുന്നു. വാസ് മിസ് ജോസ് സ്മിത്ത് എന്ന് പറയുന്ന ഒരാളായിരുന്നു, ഒരു പെണ്ണായിരുന്നു. ദ വുമൻ, ഒരു പെണ്ണാണ്. who I had overheard, അവരെ ഞാൻ കേട്ടിട്ടുണ്ട് on the ബോട്ട് ഡെക്കിൽ നിന്ന് the morning of our departure, അഥവാ ഞങ്ങളുടെ മോർണിംഗിൽ ഞങ്ങൾ പുറപ്പെടാൻ സമയത്ത് ഞാൻ ഓവറായിട്ട് കൂടുതലായിട്ട് അവരെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഇവളാണ് ഞങ്ങളുടെ കപ്പലിന്റെ മുഖ്യൻ എന്ന് പറയുന്ന ആള്. And I met Joe Smith was a trusting person. ഇവൾ ഒരു ട്രസ്റ്റിംഗ് പേഴ്സൺ, ഒരു പൊങ്ങച്ചമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒബിയസ്ലി കൃത്യമായിട്ട് പറയുന്നത് ഓവർ 30, ഒരു 30 ഏകദേശം വയസ്സുള്ളൂ. Got up in the dashing style to look younger. പക്ഷേ അവൾ എണീറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൾ കാണപ്പെടുന്നത് ഒരു യുവതിയായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷെ she was not only a snob but a bore. അവൾ സ്റ്റോബ് മാത്രല്ല, പക്ഷെ അവളെ കണ്ടാൽ തന്നെ ഒരു ബോറാണ്. അസർട്ടീവ്ലി ബോർ, തികച്ചും വളരെ ബോറായിരുന്നു അവൾ. അങ്ങനെ വി റീച്ച്ഡ് പോർട്ട്, ഞങ്ങൾ പോർട്ടിൽ എത്തിസെറ്റ് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഒരു പോർട്ടിൽ ഞങ്ങൾ യാത്ര തുടങ്ങി, ഒരു പോർട്ടിലെത്തി. അതിന്റെ മുഖ്യൻ എന്ന് പറയുന്നത് ജോബ് സ്മിത്ത് എന്ന് പറയുന്ന ഒരു പെണ്ണാണ്. അവളെ തടിച്ച വളരെ ബോറുള്ള ശരീരപ്രകൃതിയുള്ള ഒരു യുവതിയായ പെണ്ണാണ്. ഏകദേശം 30 വയസ്സ് തോന്നിക്കൊള്ളൂ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു, ഞങ്ങൾ ഒരു പോർട്ടിലെത്തി ഞങ്ങൾ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് പോകേണ്ടവർക്ക് ഈ പോർട്ടിൽ ഇറങ്ങാം, വേണ്ടതൊക്കെ വാങ്ങാം. അങ്ങനെ എവരി വൺ വെന്റ് അഷോർ എക്സൈ. വളരെ ആവേശത്തോടു കൂടെ എല്ലാവരും തീരങ്ങളിലേക്ക് പോയി. അങ്ങനെ കെയിം ബാക്ക് വിത്ത് സിൽക്ക്. ചില ആളുകൾ കടന്നു വന്നത് സിൽക്ക് വാങ്ങി, ഷോള്, സിഗരറ്റ്, സെന്റ് ആൻഡ് ജ്വല്ലറി, ഇതൊക്കെ വാങ്ങിയിട്ടാണ് അവരെന്ത് ചെയ്തത്, തിരിച്ചു വന്നത്. Then we were through the Red Sea. അങ്ങനെ ഞങ്ങൾ വീണ്ടും കടന്നു പോകുന്നത്, അഥവാ റെഡ് സീയിലൂടെ ഞങ്ങൾ പോവുകയാണ്. Past the barren rocks of the Adel. അദേൽ എന്ന് പറയുന്ന സ്ഥലത്തെ ബാരൻ റോക്സുകൾ, വലിയ വലിയ പാറക്കെട്ടുകളൊക്കെ മുറിച്ചു കടന്നാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. ഔട്ട് ഓഫ് ദി അപ്പോൺ ദ വൈഡ് അറേബ്യൻ സീ, വിശാലമായി കിടക്കുന്ന അറബിക്കടലിന്റെ മീതയിലൂടെയും ഞങ്ങൾ എന്ത് ചെയ്യാണ്, കടന്നു പോവുകയാണ്. വളരെ ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാവരും. അങ്ങനെ ഓൺ ദി ഫോളോവിങ് മോർണിംഗ്, അങ്ങനെ നിൽക്കുന്ന സമയത്ത് ദ ഫോളോവിങ് മോർണിംഗില് as I held my consultation in the surgery, ഞാൻ എന്റെ സർജറിയിലുള്ള, എന്റെ നിരീക്ഷണത്തിലുള്ള, എന്റെ കൺസൾട്ടേഷന്റെ പരിശോധനയിൽ ഞാൻ ആയിരിക്കും. അഥവാ ഞാൻ എന്റെ ഡ്യൂട്ടിയിൽ എന്ന് പറഞ്ഞാൽ കപ്പലിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു ക്ലിനിക് ഉണ്ടാവും. ആ ക്ലിനിക്കിൽ എന്റെ കൺസൾട്ടേഷൻ സെന്റർ ആണ്, ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അവിടെയാണ്, അതെവിടെയാണ്, അഡ്ജോയിനിങ് മൈ ക്യാബിൻ, അഥവാ എനിക്ക് പ്രത്യേകമായ റൂം ഉണ്ടായിരിക്കും. ആ റൂമിന്റെ ചേർന്നുള്ള ഒരു സ്ഥലമാണ്, എന്റെ ക്യാബിന്റെ ചേർന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് എനിക്ക് കൺസൾട്ടേഷൻ സെന്റർ ഉള്ളത്. ഇത് സെറാങ്, നമ്മുടെ സെറാങ്ങിനെ പറ്റി പറഞ്ഞു. ആ സെറാങ്ങിന്റെ പേരാണ് നമ്മൾ പറയുന്നത് അസൻ. അപ്പിയേർഡ്, അദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അഥവാ ഞാൻ കൺസൾട്ട് ചെയ്യപ്പെടുന്ന എന്റെ റൂമിൽ പ്രത്യക്ഷപ്പെട്ടു. Bringing with him 2 of his lascars deck hands.
അദ്ദേഹത്തോട് കൂടെ കൊണ്ടുവന്നു ആരെ? ഓഫ് ടു ഹിസ് ലാസ്കസ് ഡെക്സ് ആൻസ്, ആ കപ്പലിൽ ജോലി ചെയ്യുന്ന 2 ആദിയരെ അഥവാ 2 കപ്പൽ തൊഴിലാളികളെ, അല്ലെങ്കിൽ ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന 2 ആളുകളെ കൊണ്ടുവന്നു. അങ്ങനെ ഇൻക്ലൈൻഡ് ഹിസ് ഹെഡ്, അദ്ദേഹത്തിന്റെ തല ചായ്ച്ചു. ഇനി റെസ്പെക്ട്ഫുൾ, വളരെ ബഹുമാനത്തോടുകൂള്ള സലാമോട് കൂടെ അദ്ദേഹം, അല്ലെ, അദ്ദേഹത്തെ കണ്ടപ്പോൾ സലാമോട് കൂടെ എന്താണ്, വളരെ ബഹുമാനത്തോടു കൂടെ തല ചായ്ച്ചു. എന്നിട്ട് അഡ്രസ് എന്നോട് അഭിമുഖീകരിച്ചു. ഹിസ് വോയിസ് വാസ് ഹോസ്, അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു പരിക്കമുള്ള ശബ്ദമായിരുന്നു. ഈ അസനെ കുറിച്ചാണ് അവൾ കണ്ടിട്ട് എന്ത് ചെയ്തത്, ഒരു പരിഹാസം നിറഞ്ഞ ജന്തുവിനെ കണ്ടക്കണോ എന്ന് അവൾ ചോദിച്ചത്. ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്നിരിക്കുന്നത്. ഒരു പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഹാഡ് എ സ്റ്റഡി അണ്ടർടോൺ. കാരണം അദ്ദേഹത്തിന്റെ എന്താണ്, ഇറ്റ് ഹാഡ് എ സ്റ്റഡി അണ്ടർടോൺ. അദ്ദേഹത്തിന്റെ എന്താണ്, ഒരു സ്ഥിരമായ ശബ്ദം തന്നെ അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥിരമായ ശബ്ദം ഒരു പരിക്കമുള്ള ശബ്ദമാണ്. അദ്ദേഹം ഇദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് പരിക്കമായ ശബ്ദം ഉണ്ടാക്കിയതല്ല. അദ്ദേഹത്തിന്റെ സ്ഥിര ശബ്ദം എന്ന് പറയുന്നതിന് പരിക്കമായ ശബ്ദമാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഡോക്ടർ സാഹബ്, ഐ ഫിയർ ദീസ് മെൻ ആർ സിക്ക്. ഞാൻ പേടിച്ചു പോവാണ്. ഈ 2 ആളുകളും രോഗികളാണ്. അദ്ദേഹം കൊണ്ടുവന്ന ഈ 2 ആളുകളും രോഗികളാണ്. The seaman certainly did not look well. Seaman certainly did not look well. അഥവാ സീമൻ ഇവരെ നന്നായിട്ട് എന്ത് ചെയ്തില്ല, നോക്കിയിട്ടില്ല. കടൽമാൻ എന്ന് പറഞ്ഞാൽ ഓരോ തീരങ്ങളിലും അവിടെ ഡോക്ടർമാരുണ്ടാവും. അപ്പൊ അവിടെ ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവര് പരിശോധന നടത്തിയിട്ടുണ്ടാവും. അവർ ഇതേവരെ കൃത്യമായിട്ട് എന്ത് ചെയ്തില്ല, പരിശോധിച്ചിട്ടില്ല. They complained of the general malaise. അവരെന്താണ്, പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. ഓഫ് ദ ജനറൽ മാലേസ്, അവർക്ക് സാധാരണയായിട്ട് സുഖമില്ല എന്നാണ് അവർ പരാതി ബോധിപ്പിച്ചിരിക്കുന്നത്. സുഖമില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവർക്ക് ഓഫ് ഇന്റൻസ് ഹെഡ് ഏക്ക്, അവർക്ക് ഭയങ്കര തലവേദനയുണ്ടെന്നും പറയുന്നു. അതുപോലെ തന്നെ റാക്കിംഗ് ബോൺ പെയിൻസ്, അവർക്ക് നല്ല എന്താണ് ബോൺ പെയിൻ അഥവാ അസ്ഥിവേദനയുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ദേ ലുക്ക്ഡ് ഫ്രൈറ്റൻ ടു, അവരെ വളരെ പേടിപ്പെടുന്നവരായിട്ട് എന്നാണ് കാണപ്പെടുന്നു. ആസ് ഐ ആസ്ക്ഡ് ദം ടു സ്ട്രിപ്പ് ആൻഡ് ബിഗാൻ മൈ എക്സാമിനേഷൻ. അപ്പൊ എന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോ ഞാൻ അവരോട് എന്ത് ചെയ്തു, ഐ ആസ്ക്ഡ്, ഞാൻ അവരോട് പറഞ്ഞു ടു സ്ട്രിപ്പ്, അവരെ ഡ്രസ്സ് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. ആൻഡ് ബിഗാൻ മൈ എക്സാമിനേഷൻ, ഞാൻ എന്റെ പരിശോധന തുടങ്ങി. ബോത്ത് വർ ഫീവേർഡ്, അവർക്ക് 2 പേർക്കും നല്ല പനിയുണ്ട്. വിത്ത് തിക്കി ഫറഡ് ടങ്സ്, അവരെ നാവൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അഥവാ രോമം പോലെ കട്ടിയുള്ളതായിട്ടുണ്ട്. ദാറ്റ് ഡ്രൈ സ്കിന്ന്, അവരെ സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. വിച്ച് ഈസ് എ നാച്ചേഴ്സ് ഡ്രൈവ് വാർണിംഗ്, ഇത് പ്രകൃതിയുടെ ഒരു ഗുരുതരമായിരിക്കുന്ന മുന്നറിയിപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇവരെ പരിശോധിച്ചവർക്ക് മനസ്സിലായത് പ്രകൃതിയുടെ ഒരു ശക്തമായ മുന്നറിയിപ്പാണെന്ന്. Then to my horror, ഞാൻ പേടിയാല് മൈ പാൽപിറ്റേറ്റിംഗ് ഫിംഗേഴ്സ്, അഥവാ എന്റെ തന്നെ തുടിത്തു നിൽക്കുന്ന എന്റെ വിരലുകളൊക്കെ became aware, കൂടുതൽ ബോധമുള്ള അവസ്ഥയിലായി. കാരണം ഇതൊരു വലിയ രോഗമാണെന്ന് എനിക്ക് മനസ്സിലായി. ഓഫ് സ്കാറ്ററിംഗ് ഓഫ് ഹാർഡ് ലിറ്റിൽ, ഞാനിങ്ങനെ എന്റെ ഫിംഗറിംഗ് ഇതിങ്ങനെ വളരെ ശ്രദ്ധയോട് കൂടെ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത് ഓഫ് ദ സ്കാറ്ററിംഗ് എ ഹാർഡ് ലിറ്റിൽ ന്യൂഡിൽസ്, അഥവാ അവരെ ശരീരങ്ങളിലൊക്കെ എന്താണ് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ന്യൂഡിൽസ്, കുരുകളൊക്കെ ഇങ്ങനെ പൊന്തിയിട്ടുണ്ട്. അണ്ടർ ദ റിസ്റ്റ് സ്കിൻ ഓഫ് ഈച്ച് മാൻ, ആ മനുഷ്യന്മാരുടെ എന്താണ് റിസ്റ്റ് സ്കിൻ, അവരുടെ എന്താണ് റിസ്റ്റില് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഓരോ കുരുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കുരുകൾ എന്ത് പൊന്തിയിട്ടുണ്ട്. ഇറ്റ് വാസ് അൺമിസ്റ്റേക്കബിൾ സിംറ്റം ഓഫ് സ്മോൾ ബോക്സ്,
ഇറ്റ് വാസ് അതായിരുന്നു. എന്തായിരുന്നു? അൺമിസ്റ്റേക്കബിൾ സിംറ്റം, അഥവാ വ്യക്തമല്ലാത്ത സിംറ്റംസ് ആയിരുന്നു. വ്യക്തമല്ലാത്തൊരു സിംറ്റംസ് ആണ് എന്തിന്റെ? ഓഫ് സ്മോൾ ബോക്സ് വസൂരിയുടെ. ഞാൻ മനസ്സിലാക്കിയത് വ്യക്തമല്ലാത്ത വസൂരിയുടെ സിംറ്റംസ് ആണ്, അടയാളങ്ങളാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ എനിക്കും പേടിയായി, കാരണം ഈ വസൂരി എന്നൊക്കെ പറയുന്നത് ഒരു എപ്പിഡമിക് ആണ്. അപ്പോ ഞാൻ യങ് ആണ്, ഇൻഎക്സ്പീരിയൻസ്ഡ് ഇൻ മൈ പ്രൊഫഷൻ. എന്റെ ജോലിയിൽ കൂടുതൽ അനുഭവങ്ങൾ എനിക്കില്ല. ഐ ഹാഡ് നോട്ട് ലേൺഡ് ടു കൺട്രോൾ മൈ ഫീലിങ്സ്. ഇത് കണ്ടപ്പോ എനിക്ക് എന്റെ ഫീലിങ്സുകളൊന്നും കൺട്രോൾ ചെയ്യാമെന്നാണ് ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. മൈ എക്സ്പ്രഷൻ മസ്റ്റ് ഹാവ് ആൾട്ടേർഡ് വിസിബിലി. കാഴ്ചയിൽ എന്റെ എക്സ്പ്രഷൻ പെട്ടെന്ന് മാറി, വളരെ പെട്ടെന്ന് എന്റെ എക്സ്പ്രഷൻ മാറി. ഫോർ ഓൾദോ ദ സെറാങ് സെഡ്, അപ്പോഴും അടുത്ത് നിൽക്കുന്ന ഈ രോഗിയെ കൊണ്ടുവന്ന നമ്മുടെ സെറാങ് അസൻ ഉണ്ടല്ലോ, അദ്ദേഹം സെഡ് പറഞ്ഞു, അദ്ദേഹം നത്തിങ് സെഡ്, സെഡ് നത്തിങ് ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് എന്റെ സ്വഭാവ പ്രകൃതികളൊക്കെ മാറി, അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഈസ് ലൈനഡ്, അദ്ദേഹം അങ്ങനെ ചുളിച്ചു. ആൻഡ് ബാറ്റേഡ് ഫേസ്, അഥവാ ഒരു മുറിവേറ്റ മുഖത്തെ പോലെ അദ്ദേഹം അസ്യൂമഡ്, ഇങ്ങനെ അനുമാനിച്ചു. ഒരു നോട്ടം ഓഫ് ദ ഡീപ്പർ ഗ്രാവിറ്റി, വളരെ സീരിയസ് നിറഞ്ഞ. അദ്ദേഹം ഒരു ഡോക്ടർ നിലയ്ക്ക് ഞാൻ പെട്ടെന്ന് ഇങ്ങനത്തെ രോഗമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. അപ്പൊ അദ്ദേഹം വളരെ ശക്തമായ രൂക്ഷമായ നിലക്ക്, സീരിയസ് ആയ നിലക്ക് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു നോട്ടം എന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, ഒന്നും പറഞ്ഞൊന്നുമില്ല. ഹരിൽ ധൃതിയിൽ വിത്ത് എ ബീറ്റിംഗ് ഹേർട്ട്, പെട്ടെന്ന് എന്റെ ഹൃദയം ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. ഐ മേഡ് വേ ടു ദ ബ്രിഡ്ജ്, ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റ് ബ്രിഡ്ജിലേക്ക് പോയി. അവിടുന്ന് എണീറ്റ് ഞാൻ പോയി. കാരണം ഇത് എന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന രോഗി എന്ന് പറയുന്നത് സാധാ രോഗമല്ല, ഒരു എപ്പിഡമിക് ആണ്. ഞാൻ അവിടെ ബ്രിഡ്ജിലേക്ക് പോയത് ആരോട് സംസാരിക്കാനാണ്? ക്യാപ്റ്റനോട് സംസാരിക്കാനാണ്. ക്യാപ്റ്റൻ ഹാമ്പിൾ വാസ് നോട്ട് ദർ, അവിടെ ഉണ്ടായിരുന്നില്ല. ക്യാപ്റ്റൻ ഹാമ്പിൾ അവിടെ ഉണ്ടായിരുന്നില്ല. ബട്ട് പക്ഷേ ഇൻ ദ ചാറ്റ് റൂം ബിലോ, അദ്ദേഹം എവിടെയായിരുന്നു? ചാറ്റ് റൂമിൽ, അടിയിലെ ചാറ്റ് റൂമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഹി ലുക്ക്ഡ് അപ്പ് ഷാർപ്ലി ആസ് ഐ ബർസ്റ്റ് ഇൻ, ഞാൻ ആ റൂമിലേക്ക് വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഞാൻ കടന്നു ചെന്നപ്പോ അദ്ദേഹം എന്നെ തുറിച്ചിങ്ങനെ നോക്കി. മൈ വോയിസ് ബ്രോക്ക്, എന്റെ ശബ്ദം ഇടറി, പൊട്ടി. അദ്ദേഹം എന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു, ഐ ഹാവ് ടു റിപ്പോർട്ട് സ്മോൾ ബോക്സ് ഓൺ ദി ബോർഡ്. നമ്മുടെ കപ്പലിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വസൂരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 ഓഫ് ദ ഡെക്ക് ഹാൻഡ്സ്, അഥവാ 2 കപ്പൽ തൊഴിലാളികൾക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഐസോ, ഞാൻ കണ്ടു ഈ സ്ലിപ്സ്. ഈ സമയത്ത് ഞാൻ സെറാങ്ങിനെ നോക്കിയപ്പോ, നമ്മൾ അസനെ നോക്കിയപ്പോ അദ്ദേഹം ഐസോ ഞാൻ കണ്ടു ഇദ്ദേഹത്തിന്റെ ലിപ്സുകള് ഡ്രോ ടൈറ്റ്ലി ടുഗെദർ, ഒന്നിച്ച് ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ടുണ്ട്. അതെങ്ങനെ കടിച്ച് ദേഷ്യപ്പെട്ട് പിടിച്ചിട്ടുണ്ട്. ഡോക്ടർ എന്ത് ചെയ്യാണ്? വളരെ പേടിച്ചോടിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ നിന്ന്. ഒരു ഡോക്ടറാണ് അദ്ദേഹം പേടിച്ചോടുന്നത്. അദ്ദേഹം കംപ്ലൈന്റ് പറയാൻ പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ രോഗികളെ പരിശോധിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിലാണ്. He was a thickest man of 55. ആരാണ് നമ്മുടെ അസൻ? അസനാണ് പ്രധാനപ്പെട്ട ക്യാരക്ടർ. അദ്ദേഹമാണ് 2 രോഗികളെ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം കപ്പലിലെ ജോലിക്കാരാണ്. കപ്പലിലെ ജോലിക്കാരായ 2 ആളുകൾക്കാണ് രോഗം വന്നിരിക്കുന്നത്. ഈ രോഗം കണ്ടപ്പോൾ സ്മോൾ ബോക്സ് ആണ് അതിന്റെ സിംറ്റംസ് ആണെന്ന് മനസ്സിലായപ്പോ ഡോക്ടർ ആകെ പൊട്ടിത്തെറിക്കുകയാണ്. He was a thickest man of the 50. അഥവാ നല്ല തടിയുള്ള ഒരു 55, ഒരു 55 വയസ്സ് തോന്നിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. Known as a strict disciplinarian, അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനറി ഉള്ള ആളാണ്, വളരെ സ്ട്രിക്റ്റ് ആണ് ആള്. ബട്ട് പക്ഷേ ഓൾസോ ജസ്റ്റ് ആൻഡ് ഫെയർ മൈൻഡഡ് ഓഫീസർ, നല്ല നീതിയും നല്ല മനസ്സുള്ള ഒരു ഓഫീസർ ആയിരുന്നു നമ്മുടെ അസൻ. സ്ട്രിക്റ്റ് ഡിസിപ്ലിനറിയൻ ആണ്, നല്ല ആളാണ്. കാര്യങ്ങൾക്ക് വേണ്ടി, നിയമങ്ങൾക്ക് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നല്ല ഒരു ഡിസിപ്ലിനറിയൻ ഓഫീസറാണ് അദ്ദേഹം. പക്ഷെ സ്ട്രിക്റ്റ് ആണ് എല്ലാ കാര്യത്തിലും. അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ, ഹി സെഡ്, drawing up at last and coming close to me.
അദ്ദേഹം വരികയും അദ്ദേഹം വന്നു, എന്നിട്ട് ആൻഡ് കമ്മിങ് ക്ലോസ് ടു മീ, എന്നിട്ട് എന്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു ഈസ് വേർഡ്സ്, അദ്ദേഹത്തിന്റെ വാക്കുകള് അൺമിസ്റ്റേക്കബ്ലി ഗ്രിം, ഒരു വ്യക്തമല്ലാത്ത നിലക്ക് രൂക്ഷമായിരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തോ എഴുതി ചോദിച്ചാൽ കണ്ടില്ല, പെട്ടെന്ന് പോയി. എന്താണ്? സംശയം ചോദിക്കണം. ഞാൻ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയില്ല, അപ്പൊ വോയിസിൽ പറഞ്ഞാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടോ? തിക്കസ്റ്റ് മാൻ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ അല്ലേ? കറക്റ്റ് ആണ്. നമ്മൾ ക്യാപ്റ്റനെ കുറിച്ചാണ് പറയുന്നത്. അസനെ കുറിച്ച് നമ്മൾ പറയും. അസന് 40 ആണ് അദ്ദേഹത്തിന്റെ വയസ്സ്. കറക്റ്റ് ആണ് കേട്ടോ. ഈ വാസ് എ തിക്കസ്റ്റ് മാൻ ഓഫ് ദ 55. ഞാന് പരാതി ബോധിപ്പിക്കാൻ ചെന്നത് ആരെടുത്താണ്? അഥവാ നമ്മുടെ ക്യാപ്റ്റന്റെ അടുത്താണ്. അപ്പൊ ഈ ക്യാപ്റ്റനെ കുറിച്ചാണ് പറയുന്നത്. ഹി വാസ് എ തിക്കസ്റ്റ് മാൻ ഓഫ് ദ 55. 55 വയസ്സുള്ളൊരു തടിയുള്ള ഒരു വ്യക്തിയാണ്. നോൺ ആസ് എ സ്ട്രിക്റ്റ് ഡിസിപ്ലിനറി, നല്ല സ്ട്രിക്റ്റ് ഡിസിപ്ലിനറി ഉള്ള ആളാണ്. ബട്ട് ഓൾസോ ആസ് എ ജസ്റ്റ് ആൻഡ് ഫെയർ മൈൻഡഡ് ഓഫീസർ ആണ്. ഡോക്ടർ ഈ സെഡ്, അദ്ദേഹം പറഞ്ഞു. ഞാൻ കംപ്ലൈന്റ് പറഞ്ഞപ്പോ ആ ഓഫീസർ എന്നോട് പറഞ്ഞു, ഡ്രോവിങ് അപ്പ് അറ്റ് ലാസ്റ്റ് എന്നാണ് വരികയും, ആൻഡ് ഗ്രിം ആൻഡ് കമ്മിങ് ക്ലോസ് ടു മീ, എന്റെ അടുത്തേക്ക് വന്നിട്ട് എന്നാണ് ഈസ് വേർഡ്സ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നാണ് അൺമിസ്റ്റേക്കബ്ലി എന്നാണ് ഗ്രിം, വളരെ രൂക്ഷമായിരുന്നു. എന്ന് വെച്ചാൽ വ്യക്തമല്ലാത്ത നിലക്ക് എന്താണ് രൂക്ഷമായ വാക്കുകളായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ലിസൺ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. യു ആർ ഇൻ ദ ചാർജ് ഓഫ് ദി ഹെൽത്ത് ഓഫ് ദി ഷിപ്പ്. കപ്പലിന്റെ ഷിപ്പിലെ ചാർജ് നിങ്ങൾക്കാണ്. ഇറ്റ് ഈസ് എൻറ്റയർലി അപ് ടു യു. അതെല്ലാം മൊത്തം നിങ്ങളിലാണ്. നിങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞോടാൻ പറ്റില്ല. ഐ കാൻറ്റ് ഗിവ് യു എനി ഓഫ് മൈ ഓഫീസർ. എനിക്ക് നിങ്ങളോട് കൂടെ പ്രവർത്തിക്കാൻ വേറൊരു ഓഫീസറെ തരാനും എനിക്കെന്നാണ് കഴിയില്ല. ഐ ആം ഓവർലോഡ്, അണ്ടർ സ്റ്റാഫ്ഡ്. സ്റ്റാഫ് കുറഞ്ഞ് വളരെ ഓവർലോഡിലാണ് ഞാൻ ഉള്ളത്. ഓവർലോഡാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എനിക്ക് ഒരാളെ എനിക്ക് തരാൻ പറ്റൂല. ബട്ട് പക്ഷെ ഐ ആം ഗോയിങ് ടു ഗീവ് യു ദ സെറാങ്. ഞാൻ നിങ്ങൾക്കൊരു സെറാങ് തരാൻ പോവുകയാണ്. ആ സെറാങ്ങാണ് നമ്മൾ അസൻ. ബിലീവ് എന്നെ വിശ്വസിക്കണം, അദ്ദേഹം ഈസ് ദ ഫൈനസ്റ്റ് മാൻ ഐ ഹാവ്. എനിക്കുള്ള ഓഫീസർമാരിൽ ഏറ്റവും സത്യസന്ധനായ നല്ല ഒരു ഓഫീസറാണ് ഞങ്ങൾക്ക് തരാൻ പോകുന്നത്. യു ഹാവ് ഗോട്ട് ടു കീപ് ദിസ് തിങ്സ് ഫ്രം ദ സ്പ്രെഡിങ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായി ശ്രദ്ധിക്കണം, കീപ്പ് ചെയ്യണം. ദിസ് തിങ്സ്, ഈ കാര്യം, ഫ്രം ദ സ്പ്രെഡിങ്, പരക്കുന്നതില്ലെന്ന്. ഒരു എപ്പിഡമിക് ആണ്, പരക്കുന്നത് നന്നായി ശ്രദ്ധിക്കണം. വാട്ട് മോർ, കൂടുതലായിട്ട് ഡോണ്ട് ലെറ്റ് എ വിസ്പർ ഓഫ് ഗെറ്റ് ഔട്ട്. ഇതിന്റെ ഒരു മുറുമുറുപ്പ് പുറത്തേക്ക് പോലും പോകരുത്. കപ്പലിലെ 2 തൊഴിലാളികൾക്ക് സ്മോൾ ബോക്സ് ഉണ്ട് എന്ന് പറഞ്ഞാല് അവിടെ വളരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യാത്ര ചെയ്ത് ഓർക്ക് വളരെ മുഷിപ്പാവും. വലിയൊരു പേടിയുള്ള അവസ്ഥയിലായി മാറും. ഓർ വി വിൽ ഹാവ്, നമുക്കുണ്ടാകും എ ബ്ലഡി പാനിക്, അഥവാ രക്തരൂക്ഷിതമായിരിക്കുന്ന ഒരു പരിഭ്രാന്തി നമുക്കുണ്ടായിരിക്കും. രക്തരൂക്ഷിതമായിരിക്കുന്ന ഒരു പരിഭ്രാന്തി നമ്മളിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ന്യൂസ് പുറത്തു പോകും. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. ഐ ലെഫ്റ്റ്, ഞാൻ വിട്ടു ദ ചാറ്റ് റൂം. അദ്ദേഹത്തിന്റെ റൂമിൽ നിന്ന് ഞാൻ പോന്നു. റിയലൈസിങ്, ഞാൻ മനസ്സിലാക്കിയെടുത്തു, വിത്ത് എ വീക്ക്നെസ് ഇൻ മൈ സ്റ്റൊമച്ച്, അഥവാ എന്റെ സ്റ്റൊമച്ചിലുള്ള എന്റെ വീക്ക്നെസ്, അഥവാ എന്റെ ഉള്ളിലുള്ള എന്റെ വീക്ക്നെസ് ഞാൻ മനസ്സിലാക്കിയെടുത്ത്. ഞാൻ ഇങ്ങനെ പേടിച്ചോടേണ്ടവനല്ല, അതിന്റെ വീക്ക്നെസ് ആണ് ഞാൻ അങ്ങനെ പോയത് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. ദ ഡിസ്പ്രൈറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ പൊസിഷൻസ്. പിന്നെ ഞാൻ എന്തിനുള്ള വീക്ക്നെസ് ഞാൻ മനസ്സിലാക്കി. ഡിസ്പ്രൈറ്റ്, എന്റെ നിരാശാജനകമായിരിക്കുന്ന എന്റെ ഉത്തരവാദിത്വം, ഓഫ് മൈ പൊസിഷൻ, എന്റെ സ്ഥാനത്തിലുള്ള, അതും ഞാൻ മനസ്സിലാക്കിയെടുത്തു. ഹിയർ വി വർ, ഇവിടെ ഞങ്ങളിപ്പോ എവിടെയാണ്? ദ മിഡിൽ ഓഫ് ദി അറേബ്യൻ സീ, അറേബ്യക്കടലിന്റെ നടുവിലാണ്. 1500 പാസഞ്ചേഴ്സ് അബോർഡ്. ഞങ്ങളുടെ കപ്പലിൽ 1500
ആളുകള് ഞങ്ങളുടെ കപ്പലിലുണ്ട്. നോ മീൻസ് വാട്ടെവർ ഓഫ് ദി വാഷനേറ്റ് ദം ചെയ്യപ്പെടുന്നില്ല. സ്മോൾ ബോക്സ് എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഡെഡ്ലി എന്താണ് കോൺടാൻഷ്യൻ. അത് വളരെ മാരകമായിരിക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് ഈ സ്മോൾ പോക്സ് എന്ന് പറയുന്നത്. ഇൻ ദ ഹോൾ ഡിക്ഷണറി ഓഫ് ദ ഡിസീസ്, എവിടെ രോഗങ്ങളെ നിർണ്ണയിക്കപ്പെടുന്ന ഡിക്ഷണറിയിൽ ഏറ്റവും മാരകമായിരിക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് സ്മോൾ ബോക്സ്. അങ്ങനെ ബാക്ക് ഇൻ ദ സർജറി, ഞാൻ എന്റെ സർജറിയിലേക്ക് തന്നെ, എന്റെ കൺസൾട്ടേഷൻ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നു. One of the lascars was in the grip of the violent rigor. എന്നാൽ ഈ കപ്പൽ തൊഴിലാളികളിൽ നിന്നുള്ള ഒരാള് വാസ് ആയിരുന്നു ഇൻ ദ ഗ്രിപ്പ് ഓഫ് ദി വയലന്റ് റിഗോ. അക്രമസക്തമായിരിക്കുന്ന കാഠിന്യത്തിന്റെ പിടിയിലായിരുന്നു അവർ. I turned from the shivering man to the serang. ഞാൻ പെട്ടെന്ന് ആ വിറച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനിൽ തിരിഞ്ഞു. ആരിലേക്ക്? ദ സെറാങ്ങിലേക്ക് തിരിഞ്ഞു. എന്ത് ചെയ്യണം? ഒരു ശക്തമായിരിക്കുന്ന രോഗത്തിന്റെ പിടിയിലാണ്, വിറച്ചുകൊണ്ടിരിക്കുകയാണ്. വൂസ് ഇൻകാൽക്കുലബിൾ ഐസ്, അഥവാ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യപ്പെടാൻ പറ്റാത്ത അദ്ദേഹത്തിന്റെ കണ്ണുകൾ റിമൈൻഡഡ്, അവശേഷിച്ചു ഫിക്സഡ് അപ്പോൺ മീ, എന്നിലേക്ക് തന്നെ. ഈ സമയത്ത് അഥവാ കാൽക്കുലേറ്റ് ചെയ്യപ്പെടാൻ പറ്റാത്ത അദ്ദേഹത്തിന്റെ എന്താണ് നോട്ടം, അത് എന്നിലേക്ക് തന്നെ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് നമ്മുടെ സെറാങ്ങിന്റെ കണ്ണുകൾ. എന്റെ മുഖത്തേക്ക് ഇങ്ങനെ തുറപ്പിച്ച് നോക്കിയിരിക്കുകയാണ് അദ്ദേഹം. വി ഹാവ് ഗോട്ട് ടു ഐസൊലേറ്റ് ദീസ് മാൻ. പിന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് ഇവരെ ഐസൊലേറ്റ് ചെയ്യണം, ക്വാറന്റൈൻ ചെയ്യപ്പെടണം ഇവരെ. ചെക്ക് ഓൺ ദി കോണ്ടാക്ട്. നമ്മൾ ഇവരെ കോണ്ടാക്റ്റുകൾ ചെക്ക് ചെയ്യണം, കാരണം ഇവർ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു ചെക്ക് ചെയ്യണം. There was no sick by on the board. ഇനി ഈ ബോർഡിൽ എന്താണ്? എന്തില്ല? രോഗികളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. Not an inch of available. അല്ല, there was no sick bay on the board. There was ഇല്ല, no sick bay of the board. രോഗികളെ താമസിപ്പിക്കാനുള്ള ഒരവസ്ഥ നമ്മുടെ എന്താണ് ഈ കപ്പലിൽ ഇല്ല. രോഗികൾക്കായിട്ട് സെപ്പറേറ്റ് റൂമോ അതൊന്നുമില്ല. നോട്ട് ആൻ ഇഞ്ച് ഓഫ് അവൈലബിൾ ക്യാബിൻ സ്പേസ്. രോഗികളെ താമസിപ്പിക്കാൻ ഈ ക്യാബിൻ ഒരു ഇഞ്ച് പോലും അവൈലബിൾ അല്ല. ബാഫ്ലഡ്, ഞങ്ങൾ അമ്പരന്നു. ഐ ലുക്ക്ഡ് അറ്റ് ദ സെറാങ്. ഞാൻ സെറാങ്ങിലേക്ക് ഇങ്ങനെ നോക്കി, അമ്പരന്ന് ഞാൻ സെറാങ്ങിലേക്ക് നോക്കി. എന്ത് ചെയ്യും? ഇവർ ഐസൊലേറ്റ് ചെയ്യപ്പെടണം, കപ്പലിലാണ് ഒരു ഇഞ്ച് സ്ഥലം ഇല്ല. അദ്ദേഹം ഹൂ അൺഡിസ്മൈഡ്, അദ്ദേഹം വളരെ നിരാശയില്, അഗൈൻ വീണ്ടും ടേൺ അപ്പോൺ മീ ഫുൾ ഓഫ് ദ ഫോഴ്സ് ഓഫ് ഹിസ് ഐസ്. അദ്ദേഹം എന്നിലേക്ക് വീണ്ടും ഇങ്ങനെ തിരിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ നിവർത്തിയിട്ട് ഉണ്ടക്കണ്ണുമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഫുൾ ഫോഴ്സിൽ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. എന്ത് ചെയ്യും? വി വിൽ മേക്ക് എ ഷെൽട്ടർ ഓൺ ദി ആഫ്റ്റർ ഡെക്ക്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം? വി വിൽ മേക്ക് എ ഷെൽട്ടർ, ഒരു ഷെൽട്ടർ ഉണ്ടാക്കാം. ഓൺ ദി ആഫ്റ്റർ ഡെക്ക്, അഥവാ ഇതിന്റെ പിൻവാതിലിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ പിൻവാതിലിൽ നമുക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കാം. ഡോക്ടർ സാഹബ്, വെരി കൂൾ ദർ. ആ പിൻവാതിലിൽ വളരെ, അഥവാ കപ്പലിന്റെ പുറത്ത് ഒഴിഞ്ഞടക്കുന്ന സ്ഥലത്ത് നമുക്ക് ഷെൽട്ടർ ഉണ്ടാക്കാം. വെരി കൂൾ ദർ, അവിടെ വളരെ തണുപ്പായിരിക്കും. വിത്ത് പ്ലെന്റി ഓഫ് ദ ഫ്രഷ് എയർ, നല്ല സമ്പൽ സമൃദ്ധമായിരിക്കുന്ന നല്ല ഫ്രഷ് എയറും അവർക്ക് എന്താണ് കിട്ടും. ഇൻ ദ സ്റ്റെം ഓഫ് ദി ഷിപ്പ്, അങ്ങനെ ഷിപ്പിന്റെ ഒരു തലക്ക് പ്രൊട്ടക്റ്റഡ് ഫ്രം ദ വ്യൂ ഓഫ് ദി ബാറ്ററി. ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തു എന്തിൽ നിന്ന്? ബാറ്ററി. അത് പുറത്തായിരിക്കും അതിന്റെ ബാറ്ററി ഓഫ് ദ എന്താണ് ഡെറിക്സ് ആൻഡ് ഡോങ്കി എൻജിൻ. അതിന്റെ ഡോങ്കി എൻജിൻസും അതിന്റെ ബാറ്ററി ഒക്കെ അവിടെ, അതിൽ നിന്നെല്ലാം ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് മറച്ച്. ഹി സെറ്റ് ടു വർക്ക്, അദ്ദേഹം എന്ത് ചെയ്തു? പണി തുടങ്ങി. വിത്തിൻ ആൻ അവർ, ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ എന്ത് ചെയ്തു? ഈ ഹാഡ് എറക്റ്റഡ്, അദ്ദേഹം സ്ഥാപിച്ചു. വിത്ത് എ സൈലന്റ് എഫിഷ്യൻസി, വളരെ നിശബ്ദമായിട്ട്,
വളരെ കാര്യക്ഷമമായ സൈലന്റ് എഫിഷ്യൻസിയോടുകൂടെ അദ്ദേഹം സ്ഥാപിച്ചു എ ലാർജ് ക്യാൻവാസ് ഷെൽട്ടർ. ക്യാൻവാസിന്റെ ഒരു ഷെൽട്ടർ അഥവാ ടാർപ്പായികളെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന ഒരു ഷെൽട്ടർ അദ്ദേഹം ഉണ്ടാക്കി. മാട്രസ് ആൻഡ് ഷീറ്റ്സ് വേർ ദെൻ ബ്രോട്ട് അപ്പോൺ. അവിടേക്ക് വേണ്ട മാട്രസ്, വിരിപ്പും അതുപോലെ തന്നെ ഷീറ്റുകളൊക്കെ അദ്ദേഹം എന്താണ് കൊണ്ടുവന്നു. ആൻഡ് ദ 2 പേഷ്യൻസ് വേർ കംഫർട്ടബിളി ഇൻസ്റ്റാൾഡ്. എന്നിട്ട് ആ 2 രോഗികളെ ആ ഷെൽട്ടറിൽ എന്ത് ചെയ്തു? ഇൻസ്റ്റാൾ ചെയ്തു. വളരെ കംഫർട്ടബിൾ ആയിട്ട് അവർ ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പൊ 2 രോഗികൾ ഐസൊലേറ്റ് ചെയ്തു എന്നർത്ഥം. അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് വാസ് ടു മസ്റ്റർ ദ ക്രൂ ഫോർ എ ട്രൂ മെഡിക്കൽ ഇൻസ്പെക്ഷൻസ്. ഞങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാട്ട് ടു മസ്റ്റർ. ഞങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന ക്രൂ, അഥവാ കപ്പൽ എല്ലാ തൊഴിലാളികളെയും ഒരുമിച്ച് കൂട്ടണം. ഫോർ എ എന്താണ് ത്രൂ മെഡിക്കൽ ഇൻസ്പെക്ഷൻ. എന്തിന്? അഥവാ ഒരു മെഡിക്കൽ ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി. കാരണം കപ്പൽ തൊഴിലാളികളുടെ 2 ആളുകൾക്കാണ് രോഗം വന്നിരിക്കുന്നത്. മറ്റുള്ള എല്ലാ ക്രൂസിനെയും പരിശോധിക്കണം. അങ്ങനെ വൺ ഓഫ് ദി സ്റ്റോക്സ് ഹു കംപ്ലൈൻഡ്, അതിലുള്ള സ്റ്റോക്സിൽ നിന്നുള്ള 2 ആളുകൾ എന്താണ് ഒരാളും പാട് എന്ത് ചെയ്തു? ഞങ്ങളോട് കംപ്ലൈന്റ് ചെയ്തു. ഓഫ് ദ ഫീവർ ആൻഡ് ഹെഡ് ഏക്ക്, അവർക്കും പനിയും തലവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഷോവഡ് അവര് ഞങ്ങൾ കാണിച്ചു തന്നു എന്ത്? ഇത് പ്രോഡ് നോർമൽ നോഡിൽസ്, സാധാരണയായിരിക്കുന്നതായ കുരുകളൊക്കെ, അഥവാ കുരുകൾ അങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന കുരു കാണിച്ചു തന്നു. ഇത് ബിഗിൻസ് ഓഫ് ദി ടൈപ്പിക്കൽ റാഷ്. അതൊരു സാധാരണ ഒരു ചുണങ്ങിന്റെ തുടക്കം പോലെയായിരുന്നു. അത് സാധാരണ ഒരു ചുണങ്ങിന്റെ തുടക്കം പോലെയായിരുന്നു ആ കുരുകളൊക്കെ. അങ്ങനെ എന്ത് ചെയ്തു? ഹി വാസ് ഐസൊലേറ്റഡ് വിത്ത് ദ അതേഴ്സ് കേസസ്. മറ്റു കേസുകളോട് കൂടെ എന്ത് ചെയ്തു? ഈ 2 ആളുകളെയും ഞങ്ങൾ ഐസൊലേറ്റ് ചെയ്തു. ഇപ്പൊ ടോട്ടൽ 3 ആളുകൾ കപ്പലിൽ ഒരു പാൻഡമിക് അഥവാ ഒരു പകർച്ചവ്യാധി, എപ്പിഡമിക്, ഒരു പകർച്ചവ്യാധി സ്പ്രെഡ് ചെയ്തിട്ട് ഞങ്ങൾ പ്രത്യേകം ഒരു ഷെഡൊക്കെ കെട്ടി അതിൽ അവരെ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ നിൽക്കട്ടെ കേട്ടോ. നമുക്കൊരു 8 കുറച്ച് എഴുതാണ്ട്, അല്ലെങ്കിൽ മൊത്തം പിന്നെ എല്ലാ ക്ലാസ്സിലും വെറും 8 ആയിട്ട് മാറും. ഇതിൽ നമുക്ക് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൽ നമുക്ക് കൂടുതൽ മാർക്സ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ മാർക്സുകൾക്ക് വരില്ല. ഈ പാഠത്ത് നമുക്ക് എന്താണ് 2 മാർക്സ്, 1 മാർക്സ്, ഇങ്ങനെയൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസും അത് 2 വേർഡ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിൽ നിന്ന് വരാറുള്ളത്. അഥവാ സറാങ്ങിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഇതുണ്ടായി കൊടുക്കുക. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത്. അതാണല്ലോ നമ്മളെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസുകൾ എന്താണ് പരിശോധിച്ചു, അഥവാ 2 മാർക്സ്. പിന്നെ എന്താണ് 6 മാർക്സ് വരുന്നത് ഇദ്ദേഹത്തിന്റെ കാറ്റ സ്കെച്ച് മാത്രമാണ്. പിന്നെ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ടാവാറുണ്ട്. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തോട് എന്താണ് ഒരു റിപ്പോർട്ടർ വരികയാണ്. അപ്പൊ റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അദ്ദേഹം മറുപടി പറയുന്നു. അങ്ങനത്തെ ഒരു അത് പല നിലക്ക് അദ്ദേഹത്തിന്റെ കോൺവെർസേഷൻ നിലക്കുണ്ട്. പിന്നെ റിപ്പോർട്ടർ അദ്ദേഹത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അദ്ദേഹം മറുപടി പറയുന്നു. മറുപടി നമ്മളോട് എഴുതാൻ വേണ്ടി പറയുന്നത്. റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ചോദ്യം അവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ ഡാഷ് ഇട്ട് എന്താണ് അതിന്റെ ആൻസറുകൾ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് 1 വേർഡ് ക്വസ്റ്റ്യൻസുകളാണ് ഇതിൽ ഇതുവരെ വന്നിട്ടുള്ളത്. 2 വേർഡ്സ് അഥവാ അദ്ദേഹത്തോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇതിനെ ബേസ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ പാഠത്തിന് ബേസ്ഡ് ആയിട്ട് ജനറൽ ക്വസ്റ്റ്യൻസുകളാണ് വരാറുള്ളത്. ജനറൽ ക്വസ്റ്റ്യൻസ് അഥവാ ഡിസാസ്റ്റർ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലോ, ഈ പാഠത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ +1 വരാൻ സാധ്യത കൊറോണ വൈറസ് ആണ്. അപ്പൊ കൊറോണ വൈറസിനെ കുറിച്ച് ജനറൽ വേർഡ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. അത് ഈ പാഠത്തിന് ബേസ് ചെയ്തിട്ട് വരുന്ന ഒന്നാണ്. ഓക്കെ, കാരണം സ്മോൾ ബോക്സ് എന്ന് പറയുന്നത് ഒരു എപ്പിഡമിക് ആണ്. അപ്പൊ നമ്മളിൽ എന്താണ് പ്രസന്റിൽ നമ്മളിലുള്ളതായ ഒരു രോഗമാണ്, ഒരു പാൻഡമിക് ആണ് കൊറോണ വൈറസ്. അപ്പോ COVID-19. അപ്പൊ ഇത് ഒരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരു 6 മാർക്സ് 7 മാർക്സിന്റെ ജനറൽ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളൂ, മനസ്സിലാക്കി വെച്ചോളൂ. ഉണ്ടാവും ക്വസ്റ്റ്യൻസ് ആയിട്ട് നിർബന്ധമായിട്ട് ഉണ്ടാവും. ഓക്കെ, ജനറൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് എപ്പോഴും ഈ പാഠത്തിൽ നിന്ന് വരാറുണ്ട്. ജനറൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്താണ് ഓരോ ദുരന്തങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട് എന്താണ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നിങ്ങളെ അടുത്ത കാലത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു ദുരന്തങ്ങളെ കുറിച്ച് ഒരു എസ്സേ തയ്യാറാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അധ്യാപകരൊക്കെ പറയുന്നത് അഥവാ കൊറോണ വൈറസിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നാണ്. അത് +2 ഉണ്ടായിരുന്നു, +1 നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഈ പാഠത്തിന്റെ ബേസ്ഡ് ആയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലെ വർക്ക്സുകൾ ഇത് കഴിഞ്ഞിട്ട് എഴുതാം.
കഴിഞ്ഞിട്ട് എഴുതാൻ നമുക്ക് പറ്റൂ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ജനറൽ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് പറഞ്ഞിരുന്നു, അഥവാ ട്രാവൽ ഇൻഫോം. ട്രാവൽ ഇൻഫോം എന്ന് പറഞ്ഞാല് ട്രാവൽ ബ്രോഷറാണ്. എങ്ങനെയാണ് ഒരു ബ്രോഷർ തയ്യാറാക്കുക എന്നാണ് പറയുന്നത്. ട്രാവൽ എസ്സേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതാം. ട്രാവൽ ബ്രോഷർ. ബ്രോഷർ ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് എഴുതേണ്ടതെന്ന്. ആ ബ്രോഷർ എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ജസ്റ്റ് വളരെ ഷോർട്ടായിട്ട് എഴുതാൻ പറ്റുന്ന ഒന്നാണ് ഊട്ടി, മൈസൂര്, അതുപോലെ തന്നെ എന്താണ് വയനാട്. അപ്പൊ അങ്ങനെ ഈ അടുത്ത കാലം അപ്പൊ ഇന്ന സ്ഥലം എഴുതാനും കൂടി പറയില്ല, നമുക്കറിയില്ലല്ലോ. ഇന്ന സ്ഥലം എഴുതണം അല്ലെങ്കിൽ എന്താണ് ഇന്നത് എഴുതണം എന്ന് നമ്മളോട് പറയില്ല. കാരണം അത് നമുക്ക് എന്താണ് കൃത്യമായിട്ട് എഴുതാൻ കഴിയില്ല. പിന്നെ നമ്മളോട് എന്താണ് പറയുന്നത്, ഈ അടുത്ത കാലത്ത് നിങ്ങൾ പോയിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ ട്രാവൽ ഇൻഫോം എഴുതാനായിരിക്കും പറയാം. ഓക്കെ, ട്രാവൽ ഇൻഫോം. അപ്പൊ ഞാനൊരു ഊട്ടി എഴുതി വെച്ചിരുന്നു, അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ എഴുതേണ്ടത്. അപ്പൊ എങ്ങനെ എഴുതേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഓരോന്നും അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ഊട്ടിന്റെ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എങ്ങനെയാണ് വയനാടിന്റെ എഴുതേണ്ടത്, എങ്ങനെയാണ് മൈസൂരിന്റെ എഴുതേണ്ടത്, അത്രേ ഉള്ളൂ. അപ്പൊ ഹെഡിങ് എഴുതി കൊടുക്കുക, ഊട്ടിന്ന് എഴുതി കൊടുക്കുക. ഊട്ടി ബ്രോഷറാണ് നമ്മൾ ട്രാവൽ ഇൻഫോം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരിക ട്രാവൽ ഇൻഫോം, അതുപോലെ തന്നെ എന്താണ് ട്രാവൽ എസ്സേ. ഞാൻ അതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു തരാം എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ വന്നത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പ്രിപ്പയർ എ ട്രാവൽ ഇൻഫോം ഓഫ് എ ടൂറിസ്റ്റ് പ്ലേസ് ഓഫ് യുവർ ചോയ്സ്. ഒരു ടൂറിസ്റ്റ് പ്ലേസിന്റെ ട്രാവൽ ഇൻഫോം നിങ്ങളോട് എന്താണ് പ്രിപ്പയർ ചെയ്യണം. ഇതൊരു പബ്ലിക് ക്വസ്റ്റ്യൻ, ഒരു പബ്ലിക് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഫൈനൽ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാന്ന് ഞാൻ പറഞ്ഞതാണ് ട്രാവൽ ഇൻഫോ. അപ്പൊ ട്രാവൽ ഇൻഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ട്രാവൽ ചില കൺഫ്യൂഷൻ വരും, ട്രാവൽ എസ്സേ ആണോ ട്രാവൽ ഇൻഫോം ആണോ. അപ്പൊ ട്രാവൽ ഇൻഫോമും ട്രാവൽ എസ്സേ എന്ന് പറഞ്ഞാൽ രണ്ടാണ്. ട്രാവൽ എസ്സേ എന്ന് പറഞ്ഞാല് നമ്മൾ ഊട്ടിയിലേക്ക് പോയി, സ്കൂളിൽ നിന്ന് ടൂർ പോയി ഊട്ടിയിലേക്ക് പോയി എന്ന് കൂട്ടിക്കോ. അപ്പൊ നമ്മൾ പുറപ്പെടുന്ന മുതൽക്ക് നമ്മുടെ ടൂർ അവസാനിക്കുന്നവരേക്കും അഥവാ ആ പോയ ഇൻസിഡന്റ് എന്താണ് എഴുതി കൊടുക്കുന്നതാണ്. അപ്പൊ ട്രാവൽ എസ്സേ ഞാൻ എഴുതിത്തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെ എഴുതാന്ന്. ട്രാവൽ ഇൻഫോം എന്നാണ്, ട്രാവൽ ഇൻഫോം ആണ് നമുക്ക് എന്താണ് കൂടുതൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ബ്രോഷറാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്, മാറിപ്പോകരുത് എന്നർത്ഥം. ഓക്കെ, ഊട്ടി എഴുതിയില്ലേ. എന്നിട്ട് ഊട്ടി ഹെഡിങ് കേട്ടോ, ഹെഡിങ് ഊട്ടി എഴുതിയിട്ട് എന്താണ് ഊട്ടി ഈസ് എ ഫേവറേറ്റ്, ഊട്ടി ഈസ് എ ഫേവറേറ്റ് സൗത്ത് ഇന്ത്യൻ ഡെസ്റ്റിനേഷൻ. സൗത്ത് ഇന്ത്യൻ ഡെസ്റ്റിനേഷൻ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഊട്ടിന് ഹെഡിങ് എഴുതിയിട്ട് താഴെയല്ലേ എഴുതണ്ടേ? ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഊട്ടി ഹെഡിങ് എഴുതിയിട്ട്, ഊട്ടിന്ന് ഹെഡിങ് എഴുതിയിട്ട് പിന്നെ താഴെ എഴുതി കൊടുക്കുക, ഊട്ടി ഈസ് എ ഫേവറേറ്റ് സൗത്ത് ഇന്ത്യൻ ഡെസ്റ്റിനേഷൻ. ബ്രോഷറുകൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സ്കൂളിന്റെ ബ്രോഷർ നമുക്ക് തരും. ഒരു കോളേജിൽ എത്തിയ കോളേജിന്റെ ബ്രോഷർ, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ബ്രോഷർ. അപ്പൊ നമ്മൾ എന്താണ് ബസ് എന്താണ് ഒരു ടൂറിസ്റ്റ് ഇതിലേക്ക് പോയാൽ ഒന്ന് എന്ത് ചെയ്യും, ഓരോ സ്ഥലത്തിന്റെ ബ്രോഷർ നമുക്ക് തരും. അതാണ്. ഇറ്റ് ക്യാൻ ബി റീച്ച്ഡ്, ഇറ്റ് ക്യാൻ ബി റീച്ച്ഡ്, ഇറ്റ് ക്യാൻ ബി റീച്ച്ഡ് by road or by, it can be reached by road or by rail, by rail. Full stop.
Rail is available. Rail is available. Rail is available till Mettupalayam. Till Mettupalayam. ഊട്ടിയിലേക്ക് നമ്മൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് മേട്ടുപ്പാളയം വരെ പോകാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് എന്താണ് വേറെ എന്തെങ്കിലും വാഹനം അടിച്ച് പോകണം. അതാണ്. ബസ്സാണ് പിന്നെ കുഴപ്പമില്ല, അതുവരെ എത്തും. ടിൽ മേട്ടുപ്പാളയം. പിന്നെ അവിടുന്ന് നമുക്ക് ട്രെയിനിൽ പോകുന്ന നിങ്ങൾക്ക് അറിയാം, ഒരു ചെറിയ ട്രെയിൻ ഉണ്ട്, ഹെറിറ്റേജ് ട്രെയിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ഇല്ല സർ. ആ, മേട്ടുപ്പാളയത്തിന് നമുക്ക് എന്താണ് പിന്നെ ഊട്ടിക്ക് പോകാന് എന്തിന്റെ സ്പെല്ലിംഗ് ആണ്? മേട്ടുപ്പാളയം METTUPALAYAM. മേട്ടുപ്പാളയം. അതിന്റെ സ്പെല്ലിംഗ് ആണോ ചോദിച്ചത്? ഓക്കെ. പിന്നെ ഹെറിറ്റേജ് ട്രെയിൻ ആണ്. ഹെറിറ്റേജ് ട്രെയിൻ എന്നാണ് മേട്ടുപ്പാളയം വരെയാണ് നമുക്ക് എന്താണ് ഇപ്പൊ ഊട്ടിയിലേക്ക് പോവാണെങ്കിൽ പോകാൻ പറ്റുള്ളൂ. പിന്നെ അവിടുന്ന് ഹെറിറ്റേജ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ചെറിയ ചെറിയ ട്രെയിൻ ആണ്, ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റുകൾ, മെല്ലെ മെല്ലെ പോവുള്ളൂ. ഓക്കെ, അത് നമ്മൾ ബുക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. വളരെ രസകരം, വളരെ എന്താണ്, വളരെ ഒരു പനോരമിക് അഥവാ നല്ല വ്യൂസ് ആണ് അതിൽ പോകുന്നത്. നല്ല നല്ല കാഴ്ചയുള്ള, മെല്ലെ മെല്ലെ അങ്ങനെ പോയി ഒരുപാട് സ്ഥലത്ത് ഇറങ്ങി, ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഓരോരുത്തർക്ക് ഒരു ഫാമിലീസിനൊക്കെ ഒരു കമ്പാർട്ട്മെന്റ് എടുക്കാം, അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു ട്രെയിൻ ആണ്. കലിക്കരിക്കാണ് അത് പോകുന്നത്. രസാണ് കേട്ടോ. ഫ്രം ദർ, അതാണ് നമുക്ക് അങ്ങനെ പോകണം ട്രെയിനിൽ The heritage train, heritage, HERITAGE, heritage train, heritage train. അതിന് സാധാരണ ഇതിന് ഒരുപാട് ട്രെയിൻ ഉണ്ട്, പക്ഷെ പ്രധാനപ്പെട്ട ട്രെയിനിന്റെ പേരാണ് അവിടെ, പ്രധാനപ്പെട്ട ട്രെയിനിന്റെ പേരാണ് ദ നീലഗിരി എക്സ്പ്രസ്. ദ നീലഗിരി എക്സ്പ്രസ് ഒരു പേര് കൊടുത്തതാണ് കേട്ടോ. സാധാരണ അവിടുത്തെ ട്രെയിനിന്റെ പേരാണ് നീലഗിരി എക്സ്പ്രസ്. നീലഗിരി എക്സ്പ്രസ്. ക്യാൻ ബി ബോർഡേഡ്, അത് ബോർഡർ വരെ പോകും. ക്യാൻ ബി ബോർഡേഡ്. ഫുൾ സ്റ്റോപ്പ്. ദ റെയിൽ ജേർണി ഈസ് എ ഓസം. ഈ യാത്ര വളരെ ഓസം, വളരെ പറഞ്ഞല്ലോ, വളരെ സുന്ദരമായിരിക്കുന്ന ഒരു യാത്രയാണ്. ദ റെയിൽ ജേർണി ഈസ് ഓസം. ഓക്കെ. The scenic beauty, the scenic beauty, SCENIC scenic beauty on both sides, on both sides will make a pleasant trip. Will make a pleasant trip. രണ്ട് സൈഡും വളരെ സുന്ദരമായ കാഴ്ചയാണ് ഇതിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. Will make a pleasant trip. നമ്മൾ അവിടേക്ക് എന്താണ് എത്തേണ്ട രീതികൾ പറഞ്ഞു. ബസ്സിൽ പോകാൻ പറ്റും എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് ട്രെയിനിൽ പോകാൻ പറ്റും എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്താണ്, നമുക്ക് അവിടേക്ക് ഏതിലൂടെയും പോകാൻ പറ്റും. പിന്നെ നമുക്ക് എന്താണ് പോകാൻ പറ്റുന്നത്, ദ നിയറസ്റ്റ് എയർപോർട്ട് ആണ്. എയർപോർട്ടിനെ പറ്റി പറയാം. ദ നിയറസ്റ്റ് എയർപോർട്ട് ഈസ് കോയമ്പത്തൂർ. പിന്നെ അവിടേക്ക് എന്താണ് ഊട്ടിയിലേക്ക് പോകുന്നതിന് പ്ലെയിനിൽ പോകുന്നതിന് നിയറസ്റ്റ് എയർപോർട്ട് എന്നാണ് കോയമ്പത്തൂരാണ്. നിയറസ്റ്റ് എയർപോർട്ട് ഈസ് കോയമ്പത്തൂർ. ഫുൾ സ്റ്റോപ്പ്. KSRTC, കേരളത്തിൽ നിന്നാണ് KSRTC ബസ്സുകളാണ്. KSRTC ആൻഡ് തമിഴ്നാട് ബസ്സസ് പ്ലേ ഓഫ്, ആൻഡ് തമിഴ്നാട് ബസ്സസ്, KSRTC ആൻഡ് തമിഴ്നാട് ബസ്സസ്
play off and on, play off and on, play off and on from Palakkad to Coimbatore, from Palakkad to Coimbatore. Don't miss out, don't miss out. Don't miss out, don't miss out. ഇനി ഓരോ പോയിന്റ്സ് ആക്കിയിട്ട് എഴുതി കൊടുക്കുക. ഇനി അവിടെ എന്തൊക്കെ കാണാനുള്ളത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി പാരഗ്രാഫ് ആയിട്ട് എഴുതേണ്ട ഓരോന്ന് അടീക്കായിട്ട് എഴുതി കൊടുത്താൽ മതി. ഒന്ന് ദോഡ ബേട്ട, ദോഡ ബേട്ട അഥവാ നമ്മൾ ഊട്ടിയിൽ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ദോഡ ബേട്ട. എന്താണ് ദോഡ ബേട്ട? നിങ്ങൾ ദോഡ ബേട്ട പോയിട്ടുണ്ടോ? ഊട്ടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ദോഡ ബേട്ട. ദോഡ ബേട്ട എന്ന് പറഞ്ഞാല് DODDA BETTA ദോഡ ബേട്ട. ഇനി ദോഡ ബേട്ട എന്താണ്? ഒരു പേരെടുത്തിട്ട് എഴുതി കൊടുത്തു. എന്താണ്? ദ ഹയസ്റ്റ് പീക്ക് ആണ്. നമ്മൾ സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെ കേട്ടിട്ടില്ല അവിടെ, അതാണ് ഹയസ്റ്റ് പീക്ക്. ഹയസ്റ്റ് പീക്ക്. കോഡസ്റ്റ് ഏരിയ കവേർഡ്, കോൾഡസ്റ്റ് ഏരിയ, കോൾഡസ്റ്റ് COLDEST, കോൾഡസ്റ്റ് ഏരിയ. കവേർഡ് വിത്ത് മിസ്റ്റ്, കവേർഡ് വിത്ത് മിസ്റ്റ്. മഞ്ഞിനാൽ നിറക്കപ്പെട്ട നല്ല തണുപ്പുള്ള നല്ല ഉയരമുള്ള എന്താണ് പാറക്കെട്ടുള്ള ഒരു സ്ഥലമാണ് ദോഡ ബേട്ട. ഇനി അടുത്തതാണ് ബോട്ടാണിക്കൽ ഗാർഡൻ. ഓക്കെ, ട്രാവൽ ബ്രോഷർ ആണ്, ട്രാവൽ ഇൻഫോം, ട്രാവൽ ബ്രോഷർ എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ്. ഇത് ട്രാവൽ ബ്രോഷർ ആണ് അല്ലെങ്കിൽ ട്രാവൽ ഇൻഫോം. ഓക്കെ, രണ്ടും ക്വസ്റ്റ്യൻസ് വരാം. അടുത്തത് ബോട്ടാണിക്കൽ ഗാർഡൻ. അതെങ്കിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സാധാരണ നമ്മൾ എന്താണ് എല്ലാവരും പോകുന്ന സ്ഥലമാണ് ബോട്ടാണിക്കൽ ഗാർഡൻ. ബോട്ടാണിക്കൽ ഗാർഡൻ, ബോട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാല് എ പ്ലേസ് ടു റെസ്റ്റ്, എ പ്ലേസ് ടു റെസ്റ്റ്, a place to rest, relax and enjoy, relax and enjoy. നമ്മൾ അവസാനം ഊട്ടിക്ക് പോകുമ്പോൾ അവസാനം എത്തുന്ന സ്ഥലമാണ് അവിടെ. കുറച്ചേരം ഇരുന്നൊക്കെ വിശ്രമിക്കാനുള്ള സ്ഥലമാണ്. a place to rest, relax and enjoy. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്ഥലമാണ് ദ ലേക്ക്. മൂന്നാമത്തെ സ്ഥലമാണ് ദ ലേക്ക്. ലേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത്? എ ബോട്ടിംഗ് would be a fine experience. A boating would be a fine experience. അവിടെ ബോട്ടിംഗ് ആണ് നടക്കുന്നത്. ഇനി സ്ഥലങ്ങൾ നിങ്ങൾക്ക് എഴുതി കൊടുക്കാട്ടോ, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എഴുതി. ഇനി നമുക്ക് എന്താണ് മൈസൂർ എഴുതണി, നമുക്ക് എന്താണ് ഇതുപോലെ എഴുതി കൊടുത്താൽ മതി. സൂം, വാട്ടർഫോള്, അതുപോലെ തന്നെ എന്താണ് മ്യൂസിയം, അതുപോലെ തന്നെ എന്താണ് ഒരുപാട് സ്ഥലങ്ങൾ എന്താണ് അവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അതൊക്കെ എഴുതി കൊടുക്കാം. ഫസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുക്കും. അതിന്റെ രീതിയാണ് എഴുതി കൊടുക്കേണ്ടത്. ആദ്യം അതിനെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞു, അവിടെ എത്തേണ്ട രീതികളും കാര്യങ്ങളും പറഞ്ഞു, പിന്നെ അവിടെയുള്ള സ്ഥലങ്ങൾ പറഞ്ഞു. ഇനി അടിയിൽ എഴുതി കൊടുക്കുക, അതിന്റെ അടിയിലായിട്ട് എഴുതി കൊടുക്കുക. The traditional Tamil food
The traditional Tamil food. The traditional Tamil food available in plenty കൂടുതൽ ഇവിടെ കിട്ടുന്നത് തമിഴ് ഫുഡാണ് എന്നർത്ഥം. The traditional Tamil food available in plenty. North Indian, South Indian, or continental continent dishes ഭൂഖണ്ഡത്തിന്റെ എവിടെയുള്ള ഭക്ഷണങ്ങളും അതാണ് ഡിഷസ്. കോണ്ടിനെന്റൽ ഡിഷസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ഇതൊക്കെ അതാണ് ഡിഷസ്. ഈസിലി അവൈലബിൾ ഓക്കെ, ഈസിലി അവൈലബിൾ. ഇത്രയേ ഉള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ എന്ത് ഒരു ട്രാവൽ ബ്രോഷർ, ട്രാവൽ ഇൻഫോം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? No. ഓക്കെ എങ്ങനെയാണ് നമ്മൾ എന്താണ് ബ്രോഷർ ട്രാവൽ ഇൻഫോം ചെയ്യുന്നത്? ഇതിൽ വരുന്ന ട്രാവൽ എസ്സേ വരും. ട്രാവൽ എസ്സേ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവില്ല. ട്രാവൽ എസ്സേയും അതുപോലെ തന്നെ ട്രാവൽ ഇൻഫോമും രണ്ടാണ്. ട്രാവൽ എസ്സേ എങ്ങനെ എഴുതുന്നത് ഞാൻ പറഞ്ഞുതരും. ദ ട്രാവൽ ഇൻഫോം അല്ലെങ്കിൽ ട്രാവൽ ബ്രോഷർ, ഇതാണ് രണ്ട് ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരിക. അപ്പൊ ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ആർക്കൊന്നും ഡൗട്ട്സ് ഇല്ലല്ലോ? No, sir. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പാഠം പാടെ കഴിഞ്ഞ് ജനറൽ ആക്ടിവിറ്റീസ് പാടെ കഴിഞ്ഞാൽ നമ്മുടെ പാഠങ്ങൾ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നന്നായിട്ട് എന്താണ് എല്ലാവരും പഠിക്കുക. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, sir. ഓക്കെ, വെൽക്കം. Thank you, sir. Thank you, sir.